നടി നവ്യ നായർക്കെതിരെയും പിതാവിനെതിരെയും വിമർശനവുമായി സ്റ്റേജ് ആർട്ടിസ്റ്റ് ആലപ്പി സുദർശൻ. കുട്ടിക്കാലത്തെ നവ്യയെ മോണോ ആക്ട് പഠിപ്പിച്ച തന്നെ നവ്യയും പിതാവും അവഗണിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തെന്ന് ആലപ്പി സുദർശൻ പറയുന്നു. മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തുറന്നു പറച്ചിൽ. നവ്യ നായർ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ മോണോ ആക്ട് പഠിപ്പിച്ചത്. ധന്യ എന്നായിരുന്നു അന്നവളുടെ പേര്. ധന്യയിൽ കഴിവുണ്ടെന്ന് ഡാൻസ് പഠിപ്പിച്ചയാൾ കണ്ടെത്തി. എന്നെ സാർ വിളിച്ചു. ഇങ്ങനെയൊരു കുട്ടിയുണ്ട്, അവളെ മോണോ ആക്ട് പഠിപ്പിക്കണം, പക്ഷേ ഫീസൊന്നും അവളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും തരും, പിന്നെ അവൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഇയാൾക്കും രക്ഷപ്പെടാം എന്നും പറഞ്ഞു. ഈ കുട്ടിയെ ഞാൻ ആദ്യം പഠിപ്പിച്ച ഐറ്റം കുന്തിയും കർണനുമാണ്. മത്സരത്തിൽ നവ്യക്കായിരുന്നു ഫസ്റ്റ്. പിന്നെ നവ്യ വളർന്നു. ആദ്യ സിനിമ ഇഷ്ടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ എൻ്റെ അടുത്ത് വന്നു. അനുഗ്രഹം വാങ്ങിച്ച് സന്തോഷത്തോടെ പോയി. നന്ദനത്തിൻ്റെ ലൊക്കേഷനിൽ പോയി ഞാൻ അടുത്ത ഐറ്റം പഠിപ്പിച്ചു. അതിനായിരുന്നു സ്റ്റേജിൽ ഫസ്റ്റ് കിട്ടിയത്. എനിക്കൊരു വിഷമമുണ്ട് സാറേ, നവ്യയ്ക്ക് സ്റ്റേറ്റിനാണ് ഫസ്റ്റ്. എനിക്കൊരു ജോഡി ഡ്രസ്സ് എടുത്തു തരണം എന്ന് ഞാൻ നവ്യയുടെ അച്ഛനോട് പറഞ്ഞു. വഴിയിൽ നിന്ന് 100 രൂപയ്ക്ക് ഡ്രസ്സ് കിട്ടും. പക്ഷേ എന്നോട് പറഞ്ഞ വാക്ക് ഇന്നും ഭയങ്കര വിഷമമുണ്ടാക്കുന്നതാണ്. സാറേ, പൈസ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. നന്ദനത്തിൻ്റെ ലൊക്കേഷനിൽ ചെന്നാണ് ഞാൻ പഠിപ്പിച്ചത്. ഒരിക്കൽ ലോഡ്ജിൻ്റെ പേര് പറഞ്ഞു, അവിടെ വന്ന് പഠിപ്പിക്കാൻ. ഞാൻ റിസപ്ഷനിൽ കാത്തിരുന്നു. ഏറെ നേരമായിട്ടും വന്നില്ല. ഞാൻ കാത്തിരിക്കുകയാണെന്ന് അറിയിച്ചു. സാറിനൊരു റൂം കൊടുക്കാൻ പോലും അവർ പറഞ്ഞില്ല. 7:30 നവ്യ നായർ വന്നോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. അവർ നേരത്തെ വന്നല്ലോ എന്ന് മറുപടി. കാണണമെന്ന് പറഞ്ഞപ്പോൾ നവ്യയുടെ അച്ഛൻ കാത്തിരിക്കാൻ പറഞ്ഞു. ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. 8:30 മണിയായപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു. 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 5 മിനിറ്റും 10 മിനിറ്റും 1 മണിക്കൂറും കഴിഞ്ഞു. ഒടുവിൽ റൂം കിട്ടി. അവളിപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. കാത്തിരിക്കുന്ന നവ്യയുടെ അച്ഛൻ. 10:30 മണിയായപ്പോൾ എന്നെ വിളിച്ചു. ചെന്നപ്പോൾ കാണുന്നത് അവരുടെ ഭക്ഷണത്തിൻ്റെ ടിഫിൻ ബോക്സുകളാണ്. സാറെപ്പോൾ വന്നു, കഴിച്ചോ എന്നൊക്കെ ചോദിച്ചില്ല. ഞാൻ ഒന്നും കഴിച്ചില്ല എന്നതാണ് മറ്റൊരു സത്യം. അതെനിക്ക് ഭയങ്കര വിഷമമായി. പഠിപ്പിച്ച ശേഷം റൂമിൽ പോയി. ചായക്കടയോ ഹോട്ടലോ ഇല്ലാത്ത സ്ഥലം. അന്ന് ഞാൻ പട്ടിണി കിടന്നു. രാവിലെ ഞാൻ ഫ്രഷ് ആയപ്പോഴേക്കും നവ്യ പോയി. അച്ഛൻ വണ്ടിക്കൂലിക്ക് 500 രൂപ തന്നു. മത്സരത്തിൽ നവ്യയ്ക്ക് ഫസ്റ്റ്. എനിക്ക് സന്തോഷമായി. നവ്യയുമായി ഒരു ഫോട്ടോ വേണമെന്ന് പത്രക്കാർ പറയുന്നെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കാര്യമൊന്നുമില്ലെന്നാണ് നവ്യയുടെ അച്ഛൻ പറഞ്ഞതെന്നും ഇദ്ദേഹം പറയുന്നു.